ശ്രദ്ധേയമായ എഴുത്തുകൾ കൊണ്ടും സംസാരം കൊണ്ടും കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു ചെറുപ്പക്കാരനാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ. പുനർജന്മം എന്ന പേരിൽ ഒരു പാഠമുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ തൻ്റെ സ്വന്തം നാട്ടിൽ നിന്നൊരു ക്ഷണം ലഭിച്ചു. സഖി എന്നാണ് ആ സംഘടനയുടെ പേര്. രശ്മി എന്നൊരു പെൺകുട്ടി, അവരൊരു അധ്യാപികയാണ്, നൃത്തം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു അർത്ഥവുമില്ല എന്ന് തോന്നിയ മടുപ്പിക്കുന്ന വേളയിൽ രശ്മി ജീവിതത്തിന് കുറേ കൂടി അർത്ഥമുണ്ടാക്കുന്നതിന് വേണ്ടി ചില ചുവടുകളൊക്കെ വെച്ചു. ആ നാട്ടിലെ 50, 55, 60 വയസ്സുള്ള അമ്മമാരെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പ്രായമുള്ള അമ്മമാർ സാധാരണ അതിരാവിലെ വീട്ടിലെ ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കി ജോലികളൊക്കെ ഒതുക്കി പകലിൻ്റെ ഏറിയ നേരവും മടുപ്പിക്കുന്ന, ആരോടും ഇടപെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ടു പോയ അമ്മമാർ നൃത്തം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അവരൊരു ചെറിയ സ്കൂൾ ആരംഭിച്ചു. രശ്മി അവരുടെ അധ്യാപികയായി. നൃത്തത്തോടൊപ്പം മെഡിറ്റേഷനും യോഗയും ഒക്കെ ശീലിച്ചു. ഈ പ്രായമുള്ള അമ്മമാരിൽ ചില ആളുകൾ കിഡ്നി പേഷ്യൻസ് ഉണ്ട്, ചില ആളുകൾ ശരീരത്തിൽ മുറിവേറ്റവരുണ്ട്, വീണുപോയവരുണ്ട്, പല ശാരീരിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പ്രായമുള്ള കുറച്ച് അമ്മമാർ അവരുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ രശ്മി എന്നൊരു പെൺകുട്ടി ആ അമ്മമാരുടെ ഫുൾ സ്റ്റോപ്പിനെ ഒരു കോമയിട്ട് കുറേ കൂടി ജീവിതം അർത്ഥമുള്ളതായി, അഴകുള്ളതാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഇവർ നൃത്തം പഠിച്ചതിൻ്റെ അരങ്ങേറ്റത്തിന് മുഖ്യ അതിഥിയായിട്ടാണ് ജോസഫ് പങ്കെടുക്കുന്നത്. രശ്മി ഒരു നാട്ടിലെ സാധാരണക്കാരായ അമ്മമാരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി, when people are trying to put a full stop, I am giving them a comma. നിർത്താൻ തീരുമാനിച്ചെടുത്ത് ജീവിതം മടുത്തുപോയവർക്ക്, ജീവിതം മരവിച്ചു പോയവർക്ക് ഇനിയും കുറച്ച് വരികൾ കൂടി എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഫുൾ സ്റ്റോപ്പിനെ ഒരു കോമയിട്ട് കൊടുത്ത രശ്മിയുടെ ജീവിതമാണ് ഈ കാലഘട്ടത്തിലും നമ്മോട് ഇടപെടുന്നത്. നമ്മളൊക്കെ വിചാരിച്ചാൽ മനുഷ്യരെ കോമയിലാക്കാൻ പറ്റും, പക്ഷേ കോമയിട്ട് നൽകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം.